തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് ഓടുന്ന എല്ലാവരോടുമാണ് കേട്ടോ, ഒന്ന് ശ്വാസം എടുക്കാൻ മറക്കരുത് നമുക്ക് വേണ്ടി കേട്ടോ. ആരും ഉണ്ടാവില്ല നമുക്കിതൊന്നും പറഞ്ഞു തരാനായിട്ട്. തിരക്കുകൾ കാരണം നമ്മൾ പോലും അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ഞാൻ ഇന്നിവിടെ സ്റ്റിച്ച് ചെയ്യുന്നത് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്ത 2 കട്ട് പീസസ് എൻ്റെ കയ്യിലുണ്ട്. അത് എൻ്റെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞുടുപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇപ്പം ഞാനാണെങ്കിലും ഈ സ്റ്റിച്ചിങ്ങിലോട്ട് കടന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെയുള്ള ഭയങ്കര ആഗ്രഹം കൊണ്ടാണ്. ഞാനെന്നല്ല, ഒരുപാട് പേരും പല പല ഫീൽഡിലേക്കും ബിസിനസ്സായിട്ടും, ഇപ്പോൾ ഓൺലൈൻ ബിസിനസ്സാണല്ലോ കൂടുതലും, അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇറങ്ങണത് എന്തിനാണ്, ഇപ്പോൾ ലൈഫും നമ്മുടെ കരിയറും രണ്ടും ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റണില്ല എന്ന് നമുക്ക് തോന്നി തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഏൺ ചെയ്യാണ്ട് നമുക്ക് പറ്റില്ല, അത് ആവശ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഇതിലേക്കൊക്കെ ഇറങ്ങി തുടങ്ങിയത് അല്ലേ. പണ്ടത്തെ പോലെയൊന്നുമല്ല. ഇപ്പം നമുക്ക് മക്കളുണ്ടെങ്കിലും അവരുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ. ഇത്തരം നമ്മളെ തന്നെ ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു ഉത്തരവാദിത്തം കൂടെ നമുക്കുണ്ട്, നമ്മുടെ കരിയറായാലും ബാക്കി കാര്യങ്ങളായാലും ഒക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും തിരക്കുകളുടെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ഒരു ദിവസം നേരം വെളുത്ത് വൈകുന്നേരത്തിനിടയിൽ ചെയ്ത് തീർക്കുന്നതെന്ന് അവസാനം ഇരുന്ന് ആലോചിക്കുമ്പോൾ പോലും തലയ്ക്കകത്തൊരു പുകയായിരിക്കും. അത്രയധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ മെമ്മറി എന്നൊക്കെ പറയണത് ഇപ്പോൾ എന്താണ്, അതിൻ്റെയൊക്കെ സ്റ്റോറേജ് ഫുള്ളായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് മാത്രം കാര്യങ്ങൾ, ചില നേരത്തെ ചിലതൊന്നും ഓർമ്മയെ കൂടിയില്ല, അത്രയധികം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു പോകുന്ന ഒരു ദിവസം. ഉത്തരവാദിത്തങ്ങൾ, മാറ്റാൻ പറ്റാത്ത ഉത്തരവാദിത്തങ്ങൾ വേറെ. നമ്മൾ സ്വയം നമ്മളെ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചിലർ പഠിക്കുന്നുണ്ടാവും, പഠിക്കുന്നതിൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നുണ്ടാവും, എന്തെങ്കിലും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടാവും, അസുഖങ്ങളുള്ള ആളുകളുണ്ടാവും. ഇതെല്ലാം കൂടെ ബാലൻസ് ചെയ്തു പോകാൻ വീട്ടിലെ കാര്യങ്ങൾ വേറെ, മക്കളുടെ കാര്യങ്ങൾ വേറെ, ഒക്കെ എല്ലാം ഇങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ പലപ്പോഴും ഒന്ന് ശ്വാസം എടുക്കുന്നത് പോലെ അറിയാറില്ല അല്ലേ. പക്ഷെ അങ്ങനെയല്ല, നമ്മളൊന്ന് ചില ദിവസങ്ങൾ നമുക്ക് വേണ്ടിയെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാനായിട്ട് ആരും മറക്കരുത് കേട്ടോ. ഞാനിന്നൊരാളുടെ അനുഭവം ഇങ്ങനെ കേട്ടപ്പോൾ ഓർത്തതാണ്. ഒരുപാട് തിരക്കുകളും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും, എന്നിട്ടും ഓട്ടം കാര്യങ്ങളെങ്കിലും എത്താണ്ടാവുമ്പോൾ ഓടാനുള്ള ആ ഒരു ഇതുകൊണ്ട് പിന്നെയും കൂടുതൽ ഭാരങ്ങൾ എടുത്ത് വെക്കുകയാണ്. പക്ഷെ നമുക്കിതെല്ലാം കൂടി ചുമന്ന് കൊണ്ടുപോകാൻ നമ്മളൊരാളേ ഉള്ളൂ. നമ്മുടെ ശരീരത്തിനും മനസ്സിനും അത് താങ്ങണില്ല എന്നുള്ളൊരു ബോധ്യം നമുക്ക് വേണം. അങ്ങനെ വരുമ്പോൾ ഇടയ്ക്ക് ഒരു ദിവസം ഒന്ന് നമുക്ക് വേണ്ടി ബ്രേക്ക് എടുക്കാൻ മറന്നു പോകരുത്. എത്ര തിരക്കിനിടയിലാണെങ്കിലും നമുക്ക് വേണ്ടി ഒരു ചായ, ഒരു ശ്വാസം, ഒരു നിമിഷം, ആ നിമിഷത്തെ ആസ്വദിക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വയ്ക്കുക നമുക്ക് വേണ്ടിയിട്ട്. ആ നിമിഷമൊക്കെ നമുക്ക് വേണ്ടി ഉണ്ടാവുള്ളൂ. നമ്മൾ ഈ ഓട്ടങ്ങളൊന്നും ഉണ്ടാവില്ല. വീണ്ടും പരിശ്രമിച്ച് മരിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ദിവസം നമുക്ക് വേണ്ടി മാറ്റി വെച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് പുതിയ ഉന്മേഷത്തിൽ തുടങ്ങുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ.